കഴിഞ്ഞ 2 മാസമായി കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന എല്ലാ സർവേയിലും ഒരുമിച്ച് പറയുന്ന മഹാരാഷ്ട്രയിലാകട്ടെ കോൺഗ്രസ് തകർന്നടിയുന്നൊരു കാഴ്ച തുടരുകയാണ്. അശോക് ചവാൻ എന്ന ഒരു വലിയ വടവൃക്ഷം കോൺഗ്രസിനെ വളർത്തി വലുതാക്കിയ വലിയ നേതാവ് BJP-യിലേക്ക് എത്തിയതോടുകൂടി കോൺഗ്രസിൻ്റെ അവിടുത്തെ സംഘടനാ സംവിധാനം തന്നെ തകരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ്. ഇപ്പോൾ മുകൾത്തട്ടിൽ നിന്നാണ് നേതാക്കൾ BJP-യിലെത്തിയെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് അവിടുത്തെ അംഗങ്ങൾ കൂട്ടത്തോടെ BJP-യിലെത്തുകയാണ്. നന്ദേഡ് എന്ന് പറയുന്ന മുനിസിപ്പൽ കോർപ്പറേഷനിലെ 55 അംഗങ്ങളാണ് അശോക് ചവാൻ്റെ കാർമ്മികത്വത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ BJP-യിലേക്ക് ചേർന്നത്. അതുപോലെ വഗാല സിറ്റി കോർപ്പറേഷനിലുള്ള അംഗങ്ങളും BJP-യിൽ ചേർന്നിരിക്കുന്നു. അതായത് കോൺഗ്രസിൻ്റെ അംഗങ്ങളെല്ലാം അതായത് അശോക് ചവാന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ്. അത് പഞ്ചായത്ത് തലത്തിലായാലും മുനിസിപ്പൽ തലത്തിലായാലും കോർപ്പറേഷൻ തലത്തിലായാലും ഒക്കെ. അതായത് അടിത്തട്ട്, കോൺഗ്രസിൻ്റെ ബേസ് എന്ന് പറയുന്ന ആ അടിത്തട്ട് തന്നെ ഇളക്കിക്കൊണ്ടുള്ള ഒരു വരവായിരുന്നു അശോക് ചവാൻ. അശോക് ചവാൻ വന്നത് കൊണ്ട് അദ്ദേഹത്തിനും പ്രയോജനമുണ്ടായി. രാജ്യസഭയിലേക്ക് BJP നോമിനേറ്റ് ചെയ്തു. ഒന്നും കാണാതെ BJP അത്തരത്തിൽ നീങ്ങില്ല എന്ന് അന്ന് തന്നെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏതാണ്ട് വാക്ക് കറക്റ്റ് ആയിരിക്കുന്നു. അശോക് ചവാൻ പിന്നാലെ താഴെത്തട്ടിലുള്ള കോൺഗ്രസ് നേതാക്കളും കൂട്ടത്തോടെ BJP പുലരുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് കാണുന്ന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.